ഇന്ന് നമുക്ക് ഫ്രൂട്ട്സ് ഇല്ലാത്ത ഒരു ജ്യൂസിൻ്റെ റെസിപ്പി കാണാം. ടാങ്ക് ഇല്ലെങ്കിൽ രസ്നായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഫ്ലേവറുള്ളൊരു പൊടിയായാലും മതി. പിന്നെ പാൽപ്പൊടി എടുക്കുമ്പം കുറച്ചധികം എടുക്കണം. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര. നമുക്ക് മിക്സിൻ്റെ ജ്യൂസർ എടുക്കുക, അതിലേക്ക് ആവശ്യമുള്ള ടാങ്ക് ഇട്ടെടുക്കുക. ഞാൻ മാംഗോൻ്റെ ഫ്ലേവറുള്ള ടാങ്കാണ് എടുത്തത്. അപ്പോൾ അത് ആവശ്യമുള്ളത്ര ഇട്ടെടുക്കുക, 2 3 4 സ്പൂൺ ഇട്ടെടുക്കുക. പിന്നെ ആവശ്യമുള്ള പാൽപ്പൊടി ഇട്ടെടുക്കുക. ഈ ടാങ്കിനെ കാട്ടിയും 1 2 സ്പൂണ് ഏറെ പാൽപ്പൊടി ഇട്ടെടുക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ഇട്ടെടുക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുക. ഞാൻ സാധാരണ തണുപ്പുള്ള വെള്ളമാണ് എടുത്തത്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല തണുപ്പുള്ള വെള്ളമാണെങ്കിൽ ഒന്നും കൂടെ നന്നാകും. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് മൂടി വെച്ച് അത് നന്നാക്കി അടിച്ച് പതപ്പിച്ചെടുക്കുക. ഇപ്പോൾ അതാണ് ഫ്രൂട്ട്സ് ഇല്ലാത്ത ജ്യൂസ് ഇവിടെ റെഡി ആയിന്. നമുക്കിത് ഇത്ര പണിയുള്ളൂ, വേറെ പണിയൊന്നുമില്ല. അതിലേക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചെടുക്കുക. അതിൻ്റെ പത മുകളിൽ വരുന്ന രീതിയിൽ വേണം ഒഴിച്ചെടുക്കാനായിട്ട്. നമ്മൾ സാധാരണ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് അടിക്കൽ. പക്ഷെ ഇത് പിന്നെ എന്താ പറയുക, ഫ്രൂട്ട്സ് ഇല്ലാത്തൊരു ജ്യൂസായിപ്പോയത്. വളരെ എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കാം. ഇനിയിപ്പം നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ പാൽപ്പൊടിയും ഈ ടാങ്കും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ആകെ 1 മിനിറ്റിൻ്റെ ഒരാവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.